കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഹരേകൃഷ്ണ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണ്ഡലകാല ആചാരവിശേഷമായ അങ്കുലിയാങ്കം കൂത്ത് തുടങ്ങിക്കഴിഞ്ഞു. 12 ദിനങ്ങളിൽ അരങ്ങേറുന്ന അങ്കുലിയാങ്കം കൂത്ത് ആചാരപ്രധാനമാണ്. ഹനുമാൻ വേഷത്തിൽ രാമായണം കഥ ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്നതാണ് അങ്കുലിയാങ്കം എന്ന് പറയുന്നത്. ഇന്നു രാവിലെ, അതായത് ഡിസംബർ 16-ാം തീയതി രാവിലെ ഗുരുവായൂരമ്പലത്തിലെ ശ്രീലകത്ത് നിന്നും നൽകിയ അഗ്നി കൂത്തമ്പലത്തിലെ മണ്ഡപദീപത്തിൽ പകർന്നതോടെയാണ് കൂത്ത് ആരംഭിച്ചത്. പന്തീരടി പൂജയ്ക്ക് മുൻപ് കുട്ടഞ്ചേരി സംഗീത് ചാക്യാർ ഹനുമാൻ വേഷധാരിയായിട്ട് നാലമ്പലത്തിൽ പ്രവേശിച്ച് സോപാനപ്പടി കയറി മണിയടിച്ച് ഗുരുവായൂരപ്പ ഭഗവാനെ വണങ്ങി ദക്ഷിണ സ്വീകരിച്ച് ശ്രീലകത്തു നിന്ന് മേൽശാന്തി തീർത്ഥവും പ്രസാദവും നൽകി നാലമ്പലത്തിനുള്ളിൽ മേൽവസ്ത്രം ധരിച്ച് പ്രവേശിക്കാനും ദർശനം നടത്താനുമുള്ള അവകാശം അങ്കുലിയാങ്കത്തിലെ ഹനുമാൻ വേഷധാരിയായ ചാക്യാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഹനുമാൻ നേരിട്ട് വന്ന് ഭഗവാനെ തൊഴുത് പ്രസാദം സ്വീകരിക്കുന്നു എന്നാണ് ഇതിൻ്റെ സങ്കല്പം. ശ്രീലകത്ത് നിന്ന് മേൽശാന്തി നേരിട്ട് പ്രസാദം നൽകുന്നതും ഹനുമാന് മാത്രമാണ്. പാരമ്പര്യക്കാരായ ചാക്യാർ നടത്തുന്ന 12 ദിവസം നീണ്ടു നിൽക്കുന്ന കൂത്തിൽ നമ്പ്യാർ മിഴാവിലും നങ്ങ്യാർ താളത്തിലും പങ്കുചേരുന്നതാണ്. അടിയന്തര കൂത്തും സമർപ്പണവും അനുബന്ധ ചടങ്ങുകളും വീക്ഷിക്കാൻ മണ്ഡലകാലത്ത് ഭക്തജനങ്ങൾ ഏറെ എത്തുന്നുണ്ട്. നാം ഗുരുവായൂരമ്പലത്തിനകത്ത് തൊഴുമ്പോൾ കൂത്തമ്പലത്തിൽ കൂടി തൊഴണമെന്ന് പറയുന്നത് ഹനുമാൻ സാന്നിധ്യവും കൂടെ അവിടെ ഉണ്ട്. ഇതുമാത്രമല്ല, വലിയ വലിയ ചരക്കുകൾ നൈവേദ്യം ഭഗവാന് വെക്കുമ്പോൾ അത് ഇറക്കാനായിട്ട് ഹനുമാൻ സ്വാമി എപ്പോഴും സഹായിക്കാറുണ്ടെന്നാണ് സങ്കല്പം. അത്രയധികം ശക്തിശാലിയാണല്ലോ ഹനുമാൻ. പ്രകാരം ഹനുമാൻ സ്വാമിയും ഗുരുവായൂരപ്പ ഭഗവാനുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ഇപ്രകാരം മണ്ഡലകാല ആചാരമായ അങ്കുലിയാങ്കം കൂത്ത്, അതായത് ഹനുമാൻ വേഷത്തിൽ ചാക്യാർ രാമായണം കഥ ആംഗ്യഭാഷയിലൂടെ അവതരിപ്പിക്കുന്ന അങ്കുലിയാങ്കം കൂത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ഈ മണ്ഡലകാലത്ത് ഗുരുവായൂരമ്പലത്തിൽ പോകുന്നവർക്ക് കൂത്ത് കാണാവുന്നതാണ്. ഇവർക്കും ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.